പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെ തോറ്റു എന്നാണ് ഇപ്പോഴും CPM പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളുടെ വായിൽ നിന്ന വാക്കുകൾ പോലും ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് വലിയ കാരണമായി എന്ന വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ സഖാക്കൾ എത്തിയിരിക്കുന്നത്. സരിന്റെ സ്ഥാനാർത്ഥിയെ പറ്റി അവർക്ക് ആർക്കും ഇപ്പോഴും ഒരു സംശയവുമില്ല. പക്ഷേ നേതാക്കളുടെ വാക്കുകൾ അതാണ് തോൽവിയിലേക്ക് നയിച്ചത്. ഒപ്പം ന്യൂനപക്ഷ വോട്ടുകൾ കൂടി അത്തരത്തിൽ നഷ്ടപ്പെട്ടു എന്നാണ് CPM ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. CPMന്റെ പാലക്കാട് ഏരിയ സമ്മേളനത്തിലാണ് സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസിനും ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂറിനും എതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇരുവരുടെയും ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനകൾ പാർട്ടിയെ തിരിച്ചടിച്ചു എന്ന വിലയിരുത്തലാണ് രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിനിടെ ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ നടത്തിയ പരസ്യ പ്രസ്താവനകൾ ശരിയായില്ലെന്നും പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ന്യൂനപക്ഷമായതിനാൽ ജില്ലാ നേതൃത്വം വേട്ടയാടി എന്ന അബ്ദുൾ ഷുക്കൂറിന്റെ പ്രസ്താവന ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണമായുവെന്നും പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, കൃഷ്ണദാസിന്റെ പ്രവൃത്തികളും കൃഷ്ണദാസിന്റെ വായിൽ നിന്നുള്ള വാക്കുകളുമാണ് ഏറ്റവും കൂടുതൽ ഉപതെരഞ്ഞെടുപ്പിനെ ബാധിച്ചത് എന്നാണ് ഇപ്പോൾ സഖാക്കൾ തന്നെ പറയുന്നത്. കൃഷ്ണദാസിന്റെ മാധ്യമങ്ങൾക്കെതിരായ പട്ടി എന്ന പരാമർശവും പെട്ടി വിവാദത്തിലെ പ്രസ്താവനയും പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയെന്നും വിമർശനമുണ്ട്. പാർട്ടി ഇടപെട്ടിട്ടും പെട്ടി വിവാദത്തിലെ പരാമർശം തിരുത്താൻ കൃഷ്ണദാസ് തയ്യാറാകാത്തത് ശരിയായില്ല. നേതൃത്വത്തിന്റെ നിലപാടിന് എതിരായ കൃഷ്ണദാസിന്റെ പരാമർശങ്ങൾ സാധാരണ പ്രവർത്തകരെ വോട്ടർമാർക്കിടയിൽ പ്രതിസന്ധിയിലാക്കിയെന്നും സമ്മേളന പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. നേരത്തെയും പട്ടി പരാമർശത്തിൽ NN കൃഷ്ണദാസിനെതിരെ പാർട്ടി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇറച്ചിക്കടയുടെ മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്ന പരാമർശം മുഴുവൻ മാധ്യമങ്ങളെയും പാർട്ടിക്കെതിരാക്കിയെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ വിമർശിച്ചത്. പാർട്ടി ഇടപെട്ടിട്ടും പ്രതികരണം തിരുത്താൻ കൃഷ്ണദാസ് തയ്യാറായില്ലെന്നും വിമർശനമുണ്ടായിരുന്നു. യോഗത്തിൽ പെട്ടി വിഷയവും വലിയ ചർച്ചയായി. പാർട്ടിയുമായി ഇടഞ്ഞുനിന്ന CPIM നേതാവ് അബ്ദുൾ ഷുക്കൂറിനെ അനുനയിപ്പിച്ച ശേഷമാണ് NN കൃഷ്ണദാസിന്റെ പട്ടി പരാമർശം. CPMൽ പൊട്ടിത്തെറിയെന്ന് കൊടുത്തവർ ലജ്ജിച്ച് തല താഴ്ത്തുക. രാവിലെ മുതൽ ഇപ്പോൾ വരെ ഇറച്ചിക്കടയുടെ മുന്നിൽ പട്ടി നിൽക്കുന്നത് പോലെ ഷുക്കൂറിന്റെ വീടിന് മുന്നിൽ നിന്നവർ തല താഴ്ത്തുക. ഞാൻ ഇഷ്ടമുള്ളിടത്തൊക്കെ പോകും, നിങ്ങളോട് പറയേണ്ടതില്ല, നിങ്ങൾ ആരാണ്, പാലക്കാട് ഏത് വീട്ടിലും എനിക്ക് പോകാം എന്നൊക്കെയായിരുന്നു കൃഷ്ണദാസ് പറഞ്ഞത്. ഇതൊക്കെ തന്നെ പിന്നീട് ഈ വിഷയം മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കുകയും AKG സെന്ററിൽ നേരിട്ട് പത്രപ്രവർത്തക യൂണിയൻ പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായും NV ഗോവിന്ദൻ പറഞ്ഞത് ഇത് ഇത്തരത്തിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം എന്നുള്ള കാര്യമാണ്. എന്നാലും ഈ ഒരു പട്ടി പരാമർശം തിരുത്താൻ കൃഷ്ണദാസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, കൂടുതൽ രൂക്ഷ വിമർശനങ്ങൾ നടത്തുകയും ചെയ്തു. അതൊക്കെ തന്നെ ഇത്തരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബാധിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ ഏരിയ സമ്മേളനത്തിലും വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമായിരുന്നു. ഇതൊക്കെ തോൽവിക്ക് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസിന്റെ വായിൽ നിന്ന് ഇത്തരത്തിൽ വരുന്നത് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഏരിയ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്. ഈ ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവി അതിൽ NN കൃഷ്ണദാസിനും ഒപ്പം തന്നെ ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂറിനും ഒരുപോലെ പങ്കുണ്ടെന്നാണ് സഖാക്കൾ തന്നെ ഇപ്പോൾ പറയുന്നത്.